ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജാസി ഫാമിലി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ ഹാപ്പി ആൻഡ് ഫൈനായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബ്രൈഡ് ടു ബി ഫംഗ്ഷന് വേണ്ടി ഉള്ളൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. പിന്നെ കുറച്ച് കല്യാണ വിശേഷങ്ങളും കാര്യമൊക്കെ നമുക്ക് അറിയാം. അപ്പോൾ ഫസ്റ്റായിട്ട് തന്നെ ഞാൻ കുളിച്ച് വന്നിട്ട് ബേസിക് സ്കിൻ കെയർ വളരെ ക്ലിയറായിട്ട് ചെയ്യണം കേട്ടോ. കാരണം സ്കിൻ കെയർ ചെയ്താൽ മാത്രമേ നമ്മുടെ സ്കിൻ വളരെ ക്ലിയർ ആയിട്ടൊക്കെ ഇരിക്കത്തുള്ളൂ. അതുകൊണ്ട് സ്കിൻ കെയർ ഒരിക്കലും സ്കിപ്പ് ചെയ്യല്ല കേട്ടോ. കാരണം ഇതൊക്കെ ഞാൻ ഫോളോ ചെയ്തതിന് ശേഷം എനിക്ക് കുറേ സ്കിന്നിലെ മാറ്റങ്ങളുണ്ട്. അതുകൊണ്ട് സ്കിൻ കെയർ നന്നായിട്ട് ചെയ്യുക. ഞാൻ ഫസ്റ്റ് തന്നെ ഒരു ടോണർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ടോണറായിട്ട് ഞാൻ എടുക്കുന്നത് റോസ് വാട്ടറാണ്. വളരെ മിനിമൽ പ്രോഡക്ട്സും ഒട്ടും എക്സ്പെൻസീവ് അല്ലാതെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ കിട്ടുന്നതും എല്ലാവരെയും കൊണ്ടും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ ഞാൻ ഇതിൽ പറയുന്നത്. ഇതാണ് ഞാനും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടോണറായിട്ട് റോസ് വാട്ടർ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ടിൻറ്റഡ് ലിപ് ബാമാണ് കേട്ടോ ഞാൻ ഇട്ടുകൊടുക്കുന്നത്. ലിപ് ബാം നമുക്ക് ഏതുകൊണ്ട് എടുക്കുക. എനിക്കിഷ്ടം പ്ലമ്മിൻ്റെയാണ്. ഒരു റെഡ് ടിൻറ്റ് പറഞ്ഞാണ്. നമ്മുടെ ലിപ്പിന് നാച്ചുറലി ഒരു ഗ്ലോയും കളറൊക്കെ ഇത് കൊടുക്കുന്നുണ്ട്. ടോണർ യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ടോണറെങ്കിൽ ഡിപ്പ് ചെയ്തിട്ട് കോട്ടൺ പോലെ ഡിപ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സ്പ്രേ ബോട്ടിൽ വെച്ച് യൂസ് ചെയ്യുക. എൻ്റെ സ്പ്രേ ബോട്ടിൽ മിസ്സായിപ്പോയി, അതാണ് എനിക്കിങ്ങനെ പറ്റിപ്പോയി. അതാണ് ഞാൻ കൈ വെച്ച് ഇട്ടത്. കൈ വളരെ ക്ലീൻ ആണെങ്കിൽ, ഹാൻഡ് വളരെ ക്ലീൻ ആണെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ വൃത്തിയില്ലാത്ത കൈ കൊണ്ട് ഫേസിൽ ഒരു പണികളും നിങ്ങൾ ചെയ്യാതിരിക്കുക. അത് കുരുക്കളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ടോണറും അപ്ലൈ ഒക്കെ ചെയ്തിട്ട് ഞാൻ എൻ്റെ കൂടെ തന്നെ ടോണർ നല്ലതായിട്ട് ഭയങ്കരമായിട്ട് അബ്സോർബായി ഡ്രൈ ആവാൻ വിടരുത്. അതിന് മുന്നേ തന്നെ ഹിമാലയയുടെ ഞാൻ യൂസ് ചെയ്യുന്ന അലോവേറ ജെല്ലാണ്, മോയ്സ്ചറൈസിങ് ഫേസ് ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. നന്നായിട്ട് മസാജ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡിൻ്റെ നിങ്ങളുടെ ഫേസിന് സ്യൂട്ടായിട്ടുള്ള മോയ്സ്ചറൈസിങ് ജെല്ല് എടുക്കുക കേട്ടോ. അതിനുശേഷം ഞാൻ സൺസ്ക്രീൻ മസ്റ്റാണ്. ഈവനിങ് ആണ് ഞങ്ങളുടെ ഈ ഫംഗ്ഷനും കാര്യമൊക്കെ പുറത്താണ് കേട്ടോ ഷൂട്ട്. പക്ഷേ സൺസ്ക്രീൻ നമ്മൾ എപ്പോഴും ഇട്ട് കൊടുക്കുക. അതുകൊണ്ട് ലാർജ് എമൗണ്ട് വേണമെന്ന് ചോദിച്ച് വലിയൊരു ക്വാണ്ടിറ്റി വേണ്ട, എന്നാലും നല്ലൊരു ക്വാണ്ടിറ്റി എടുത്തു കൊടുക്കുക. 2 ഫിംഗർ റൂള്, 3 ഫിംഗർ റൂളൊക്കെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നതിനോട് നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ നമുക്കറിയാൻ പറ്റില്ല. നമുക്ക് യൂസ് ചെയ്തിട്ട് എനിക്ക് ഏതാണ് സ്യൂട്ടാവുന്നത് അതുപോലെ വേണം കേട്ടോ സെലക്ട്. അല്ലാതെ പലതും പറയും. പക്ഷേ ബേസിക്കലി 3 ഫിംഗറും 2 ഫിംഗർ റൂളൊക്കെ ഉണ്ട്. അത് വെച്ച് ചെയ്ത് ഇച്ചിരി കൂടെ ബെറ്റർ. നമ്മൾ ആ ഒരു എമൗണ്ട് എടുത്ത് ക്ലിയറായിട്ട് ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ ഫേസിന് ആവശ്യം. ചിലവർക്ക് 3 ഫിംഗേഴ്സ് വേണമായിരിക്കും, ചിലരുടെ ഫേസിന് ചിലർക്ക് 2 ഫിംഗേഴ്സ് മതിയായിരിക്കാം. നമുക്കറിയാൻ പറ്റില്ല. എന്നുപോലെ തീരെ കുറച്ച് കളയരുത്. അത്യാവശ്യം നല്ല എമൗണ്ട് ഇട്ടാൽ മാത്രമേ ആ ഒരു പ്രൊട്ടക്ഷൻ കിട്ടൂ. പ്രൊട്ടക്ഷൻ കിട്ടണമെങ്കിൽ സൺസ്ക്രീൻ മാത്രം പോരാ, നമ്മളല്ലാതെ തന്നെ ക്യാപ്പൊക്കെ വെച്ചിട്ട് വെളിയിറങ്ങാൻ വേണ്ടി നോക്കുക. അത് അടുത്തൊരു കാര്യം. പിന്നെ എനിക്ക് ഈവനിങ് ആണ് ഫംഗ്ഷൻ. അതിനുശേഷം ഹെയർ ഞാൻ ആ ടവലൊന്ന് മാറ്റിയിട്ട്, ടവൽ കൂടുതൽ നേരം ഹെയറിൽ കെട്ടി വെക്കരുത്. അതും എടുത്ത് പറയുന്നുണ്ട്. അത് ഹെയറിൽ സ്പ്ലിറ്റൻസ് വരാൻ, ഹെയർ പൊട്ടിപ്പോകാൻ, ഹെയർ കൊഴിയാനും ഒക്കെ കാര്യമാവും. ഞാൻ പിന്നെ കുറച്ച് നേരം ഞാൻ ഒന്ന് വെച്ചിരിക്കും കേട്ടോ. കുളിച്ചിറങ്ങി വളരെ കുറച്ച് നേരം ഒന്ന് കെട്ടി വെച്ചിട്ട് അതിനുശേഷം ഹെയർ ഡ്രയറൊന്നും യൂസ് ചെയ്തിട്ടില്ല. നോർമലി കാറ്റ് കൊണ്ടാണ് മുടി ഉണങ്ങുന്നത് കേട്ടോ. അതാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ സ്കിൻ കെയറോ ഇതുപോലെ മേക്കപ്പൊക്കെ ചെയ്യുമ്പോൾ ഹെയർ കെട്ടി വെക്കുന്നതായിരിക്കും നല്ലത്. എനിക്കിപ്പോൾ ഹെയർ ഒന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടി ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അതിന് സ്റ്ററക്സിൻ്റെ ഒരു ഹെയർ സെറം യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹെയർ ഒരു ഷൈനിങ് ആൻഡ് ഗ്ലോ ആയിട്ട് കിടക്കും. പിന്നെ ഞാൻ ഫൗണ്ടേഷൻ്റെ കൂടെ ഫൗണ്ടേഷൻ എടുത്ത് ഡാസ്ലറിൻ്റെ നോർമലി നമുക്കൊരു 100 ബിലോ രൂപയ്ക്ക് കിട്ടുന്ന ഷോപ്പിൽ നിന്ന് മേടിച്ച ഡാസ്ലറിൻ്റെ ഇതൊരു ഫെയർ സ്കിന്നിൻ്റെ ആണ് കേട്ടോ ഈ ഒരു ഫൗണ്ടേഷൻ. അതിൻ്റെ കൂടെ ഞാൻ ഹിമാലയയുടെ ഒരു ഫേസ് ക്രീമും കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് UV ഫിൽറ്റേഴ്സൊക്കെ ഉള്ളതാണ്. അതും നമ്മുടെ സൺലൈറ്റിൽ നിന്നൊക്കെ നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് അതിപ്പോൾ എൻ്റെ സ്കിന്നിന് ഒരു മീഡിയം ടു ഡസ്കി സ്കിൻ ടോണിന് ചേരുന്ന വിധത്തിലുള്ള ഫൗണ്ടേഷനാക്കി ഞാൻ മിക്സാക്കി എടുത്തിട്ട് അതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കൈ വെച്ചോ ഒരു സ്പഞ്ച് വെച്ചോ ഒരു ബ്യൂട്ടി ബ്ലെൻഡറോ എന്തെടുത്തിട്ട് നമുക്ക് നല്ലതായിട്ട് ഫേസിലോട്ട് ഇതിനൊന്ന് ഇട്ട് കൊടുക്കാൻ കേട്ടോ. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ഭയങ്കര കേക്കി ആയിട്ടൊക്കെ ആയിരിക്കും. കുറേ കഴിയുമ്പോൾ ഇത് നല്ല അങ്ങനെ പൊട്ടിപ്പോകും പോലെയും ഫേസിൽ നല്ല നമുക്ക് ക്ലിയർ ആയിട്ടിരിക്കില്ല. അതുകൊണ്ട് നന്നായിട്ട് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതേ ഫേസ് ക്രീം എടുത്തിട്ട് ഹിമാലയയുടെ ക്രീം എടുത്തിട്ട് അതിലോട്ട് എൻ്റെ ഫേവറേറ്റാണ് ഫെറോഷ്യസ് പിങ്ക് ആണ് ഇൻസൈറ്റിൻ്റെ. അതും ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇച്ചിരി കൂടെ ഒരു നാച്ചുറൽ ഗ്ലോ തരും കേട്ടോ. ഇപ്പം നമുക്ക് സ്ട്രോപ്പ് ക്രീംസൊക്കെ അവൈലബിൾ ആണ്. എനിക്ക് അതിപ്പോൾ ഇല്ലാത്തത് കൊണ്ട് തട്ടിക്കൂട്ട് പരിപാടിയിൽ നമുക്കുള്ളത് വെച്ച് നമുക്ക് ഓണം പോലെ എന്ന കണക്കിലാണ് കേട്ടോ. അതിനുശേഷം കുറച്ചൊന്ന് ഐഷാഡോ ഒരിച്ചിരി വൈറ്റ് ഒന്ന് ബേസിലിട്ട് കൊടുത്തിട്ട് പുറത്ത് ബ്ലാക്ക് ലൈറ്റായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഐലൈനർ എഴുതി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഐബ്രോ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഐബ്രോ എനിക്ക് ഇച്ചിരി അത്യാവശ്യം കട്ടിയുള്ള പിരികാണ്ട് ഞാൻ ഒരു ബ്രൗൺ കളർ ഐബ്രോ പെൻസിൽ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ
ഐബ്രോ സെറ്റ് ചെയ്യുന്നത്. പിന്നെ കമ്മൽ ആദ്യം ഞാനൊരു സ്റ്റഡ് വെച്ച് നോക്കി, ഇയറിങ്. അതിന് ശേഷം ഇങ്ങനത്തെ ഒരു ഇയറിങ് വൈറ്റ് പ്ലസ് ബ്ലാക്ക്. അതിനുശേഷം ഞാൻ സ്റ്റഡ് തന്നെ കേട്ടോ കൺഫേം ചെയ്തു. പിന്നെ ഞാനൊരു സിൽവർ കളർ ചെയിനാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. വേറെ അക്സസറീസ് ഒന്നുമല്ല, വളരെ മിനിമലായിട്ട്, വളരെ സിമ്പിളായിട്ട്. പിന്നെ ഒരു വാച്ച്, അതും ബ്ലാക്ക് കളറിലാട്ടോ, പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ എനിക്ക് കൂടെ കണ്ണെഴുതണമെന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അതേ കാജൽ വെച്ച് എഴുതിയിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ ഒരു വട്ടം കൂടി ഞാൻ ലിപ് ബാം ഇട്ടു. അതിന് കാരണം ഇങ്ങനെ ചുണ്ടിങ്ങനെ പെട്ടെന്ന് എനിക്ക് ഡ്രൈ ആവണത് പോലെ തോന്നി കേട്ടോ. അതുകൊണ്ടാണ് ഒന്നും കൂടി ലിപ് ബാം ഇട്ടിട്ട് എൻ്റെ ഫേവറേറ്റ് ഡാസ്ലറിൻ്റെ ഷെയ്ഡ് നമ്പർ 3 ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കോമ്പാക്റ്റ് വെച്ചിട്ട് NYPയുടെ കോമ്പാക്റ്റ് വെച്ചിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. ഈ കോമ്പാക്റ്റ് പൗഡറും എൻ്റെ സ്കിൻ ടോണിന് ചേർന്നതല്ല, ഫെയർ സ്കിന്നുള്ളതാണ്. പക്ഷേ റെഡിയായി വന്നു, ഞാൻ അപ്ലൈ ഒക്കെ കഴിഞ്ഞ പൗഡറൊക്കെ ഇട്ടപ്പോൾ എൻ്റെ സ്കിന്നിന് സെറ്റായി. ഇതെല്ലാവർക്കും സെറ്റാവണമെന്നില്ല. അത് നമ്മൾ ഓരോ ടൈമിൽ നമ്മൾ റെഡി ആകുന്നത്, നമ്മൾ അതിന് മുമ്പേ ഫേസ് എങ്ങനെ ഇരിക്കുന്നതും നമ്മുടെ ഫേസ് ഏത് കണ്ടീഷനിൽ ഇരിക്കുന്നതൊക്കെ വെച്ചിട്ടായിരിക്കും ഇതാകുന്നത്. ചില സമയം ഫൗണ്ടേഷനൊക്കെ ഇട്ട് ഓക്സിഡൈസ് ആകുമ്പോൾ മൊത്തത്തിൽ കൊളാവാറുണ്ട്. അതുകൊണ്ട് ഫൗണ്ടേഷനൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ ഇതൊക്കെ നോക്കി പറക്കിയൊക്കെ കേട്ടോ സെലക്ട് ചെയ്യണം. അല്ലാതെ ഫൗണ്ടേഷനിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ പണി കിട്ടണേ. പിന്നെ ഇത് ഫൗണ്ടേഷൻ മൊത്തത്തിൽ ഫേസ് ഒന്ന് കുളമായി, പിന്നെ ഇതിനെ മേക്കപ്പ് മാറ്റിയിടണമെന്നൊക്കെ പറഞ്ഞാൽ വളരെ പാട് പിടിച്ച പണിയാണ്. അതുകൊണ്ട് ഫൗണ്ടേഷനൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ അതാണ് സ്കിൻ ടോൺ വെച്ച് തന്നെ എടുക്കണം. കോമ്പാക്റ്റ് ഇടുമ്പോഴും നമ്മുടെ സ്കിൻ ടോൺ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബോറായിട്ടിരിക്കും. ഒന്നെങ്കിൽ നമ്മൾ ഡാർക്കനായിട്ട് തോന്നിപ്പിക്കും, അല്ലെങ്കിൽ പുട്ടിയടിച്ച പോലെ തോന്നിപ്പിക്കും. പക്ഷേ എനിക്കിത് ഫെയർ സ്കിൻ ടോണിനുള്ളതാണ്. പക്ഷെ ഇട്ട് വന്നപ്പോൾ എനിക്ക് മാച്ചായത് എന്താണെന്ന് എനിക്കറിയത്തില്ല. അതിനുശേഷം NYPയുടെ സെറ്റിംഗ് സ്പ്രേ വെച്ച്, ഡ്യൂയി സെറ്റിംഗ് സ്പ്രേ ആണ് കേട്ടോ. എനിക്ക് മാറ്റ് അത്ര ഇഷ്ടമല്ല. ഡ്യൂയി വരുമ്പോൾ ഇച്ചിരി കൂടെ ഒരു ലൈറ്റ് റിഫ്ലക്ഷൻ നമ്മളുടെ സ്കിന്നിന് ഇച്ചിരി കൂടെ ഗ്ലോ കിട്ടും. ആ ഒരു സെറ്റിംഗ് സ്പ്രേ വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ലൂസ് ഹെയർ ഫസ്റ്റ് ഞാൻ കരുതിയത് ഇച്ചിരി എനിക്ക് അങ്ങോട്ട് ശരിയായില്ല, ഇച്ചിരി പാടുപെടി. ഞാൻ വെച്ചില്ല ടൈ ചെയ്ത് വെക്കുക, അതായിരിക്കും കംഫർട്ടെന്ന് എനിക്ക് അപ്പോൾ തോന്നി. പ്ലാനൊക്കെ പെട്ടെന്നാണ് മാറ്റുന്നത്. അങ്ങനെ ഫൈനൽ ലുക്ക് വളരെ സിമ്പിളായിട്ട് മിനിമൽ പ്രോഡക്റ്റ്സൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വൈറ്റ് ഷൂ ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ ഫുൾ റെഡിയായിട്ട് നിൽക്കുകയാണ്. ഇനി എനിക്ക് നെയിൽ പോളിഷ് ഒന്ന് മാറ്റി കൊടുക്കാം. നെയിൽ പോളിഷ് ബ്ലാക്ക് ആക്കുന്നത് ഞാൻ ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ ഒരു കുട്ടി പൊട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളങ്ങനെ ഷൂട്ടിന് പോകുന്നത് ഭയങ്കര മഴയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ കുറേ നേരം പോയിട്ട് അവിടെ കാറിൽ തന്നെ ഇരുന്നു. ഔട്ട്ഡോർ ആയിരുന്നു ഷൂട്ട്. അപ്പോൾ ബാക്കി കല്യാണവും കാര്യവും വിശേഷങ്ങളും ഫോട്ടോഷൂട്ടിൻ്റെയൊക്കെ വീഡിയോസൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. ബാക്കി കല്യാണ വിശേഷങ്ങളൊക്കെ അടുത്തടുത്ത വീഡിയോയിൽ വരുന്നതാണ്. ബൈ എന്നൊക്കെ മറ്റേ വീഡിയോ